ഞാനിന്ന് സ്റ്റേഡിയത്തിൽ കരഞ്ഞിട്ടാ പുറത്തിറങ്ങിയത്. കരഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ ഭാഗമുള്ളൂ. ഇവരാരും നാളെ ഒരു മനുഷ്യൻ കളി ജയം തോൽവിയുണ്ട്, പക്ഷെ തോക്കാൻ വേണ്ടി മാത്രം കളിക്കരുത്. ഹോം മാച്ചാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇത്രയും തൊലിഞ്ഞ കളി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വന്ന കളിയെല്ലാം തോക്കും. 4 എന്റെ കാശ് വെറുതെ പോയി. ഒരു ഇത്രയും നിങ്ങളത് ടെലികാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് കളി കണ്ട് ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഒരാൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നില്ല, ബുക്ക് ചെയ്യുന്നില്ല, വരുന്നില്ല. സ്റ്റേഡിയം കാലിയായിരിക്കും. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും പ്ലീസ്. എന്നാൽ ഞങ്ങൾ ഇത്രയും 6 കളികൾ ഞങ്ങൾ കണ്ടിട്ടില്ല. സച്ചിനൊക്കെ വിളിച്ചില്ലേ പശുവിനൊക്കെ ഇറക്കാൻ വിടാൻ പറയാം. വേറെ അവനൊക്കെ വേറെ എന്തിനാണ് വേറെ ഗോളിനെ കൊണ്ടുവന്നിട്ടില്ലേ? അവനൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പാടില്ല. ഒരു സേവാണ് അവൻ ചെയ്തത്. ബാക്കി എത്ര എണ്ണം കിട്ടിയത്? എന്ത് കളി കളിച്ചത്? പിള്ളേരോട് ചോദിച്ചു നോക്ക്. നമ്മളെ എത്ര 11 കൊല്ലമായി കളി കാണണേ. ഇന്നടിക്കുന്ന ആളടിക്കും കപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ല കാലത്തിനെ കൊണ്ട്. ഇത് മാനേജ്മെന്റ് ആണെങ്കിൽ വെറും ചെറ്റാണ്. ഞാനുണ്ടായില്ല. നല്ലൊരു ഷോട്ട് എടുക്കാൻ ബെസ്റ്റ് ഒരു പ്ലെയർ തന്നെ. ഭയങ്കര മിസ് ചെയ്ത മാച്ചായിരുന്നത്. ഇനി കളിക്കാൻ വരരുത്. എല്ലാവരും ടിക്കറ്റോട് ഇത്രയും ചൂടത്ത് വന്ന് കളി കണ്ടിട്ട് കിട്ടുന്ന റിസൾട്ട് വളരെ മോശമാണ്. നല്ലൊരു അറ്റാക്ക് പോലും കാണാൻ പറ്റില്ലല്ലോ. നല്ല ചൂടായിരുന്നു. പോസ്റ്റിലേക്ക് അടിച്ചു നോക്കാം. ആ ഒരു ബുദ്ധി നല്ല സൈനിങ് എല്ലാവരും കളിക്കാൻ നല്ലൊരു ഇറക്കി കൊണ്ട് ഇവിടുത്തെ പ്ലേയേഴ്സിന് എടുത്താണ് അവർ ഈ ചൂടത്ത് കുടിക്കാനുള്ള പോലും ഇല്ല. എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. 73-ാം മിനിറ്റിൽ ഒരു ഷോട്ട് 73-ാം മിനിറ്റിൽ ഒരു ഷോട്ട് പോസ്റ്റിലേക്ക് നമ്മുടെ അവർക്ക് എതിർ പോസ്റ്റിൽ ഒറ്റ ഷോട്ട് മാത്രം അടിച്ചുള്ളൂ. ഇത് കാണാനായിട്ട് എന്തിനാണ് ഞങ്ങൾ പൈസ മുടക്കിട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങൾക്ക് മടുത്തു. ഞങ്ങളിനി വരില്ല. സത്യം പറയാലോ, ഇനി ഞങ്ങളിനി വരില്ല. ഇനി വേണ്ട, കേരളത്തിന്റെ കളി വേണ്ട. സത്യം പറയാലോ, കാല് പിടിക്കാം. ഞങ്ങളിതാ എല്ലാവരും ടൈം വേസ്റ്റ് ആണ്. ഇത് നോക്കി ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ടൈം വേസ്റ്റ് ഫൈനലിൽ കയറില്ല. നല്ല രീതിയിൽ കളിച്ചു നല്ല രീതിയിൽ കളിച്ചൂടെ? ഞങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യും. ഈ നാറുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്ക്. എന്തിനാണ് നമ്മള് ഭാര്യയും കുട്ടി കയറി കഷ്ടപ്പെട്ട് കളി കാണാൻ വന്നിട്ട് ഇതിപ്പോ ഒരുമാതിരി ഇതൊരു 30 മിനിറ്റ് കളിച്ച കളി. അതിന്റെ അപ്പുറത്തേക്ക് വരെ തീരെ കളിയില്ല. പിന്നെ അവന്മാരുടെ കളി ഇത് എന്ത് മോശമാണ്. ഇതിപ്പോ അടുത്ത് പിള്ളേരെ കളിക്കണൊക്കെ പോലെ വളരെ മോശം. കല്ല് അടുത്ത പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നതായിരിക്കും. നല്ല മോശം പ്രകടനമായിരുന്നു. സത്യം പറയാ, ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് വെറുതെ ആയിപ്പോയില്ലേ? നമ്മ എന്ത് പ്രതീക്ഷ വന്നത്? നമ്മുടെ ടീം ജയിക്കണ നമ്മൾ പ്രതീക്ഷ വന്നത്. നമ്മൾ കാണാൻ വേണ്ടിയല്ലേ വന്നത്. നമുക്ക് എന്തെങ്കിലും വേണ്ടേ? അത്രയേ ഉള്ളൂ. നമ്മ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കണം. നമ്മ അതാണ് ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയില്ല. സങ്കടം വന്നു. സത്യം പറഞ്ഞ വിഷമായി പോയി. കഷ്ടപ്പെട്ട് വേണ്ടിയാ വന്നത്. 3 ഗോള് ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റില്ല. വിഷമായി പോയി. സത്യം പറയാം. ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചത് നമ്മൾ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൊരു ഭാഗ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ആദ്യത്തെ 20 മിനിറ്റ്സ് ഞാൻ ഈ ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 20 മിനിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 ഗോൾ വീഴേണ്ട സമയത്ത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ ആ കളിക്ക് വിപരീതമായിട്ട് ഗതിക്കെതിരെ വന്നൊരു ഗോളിൽ ടീമിൻ്റെ ആവശ്യം കിട്ടുമല്ലോ ഇത്. ഓക്കെ, എന്നാലും അവിടെ തീർന്നില്ല. പ്രതിരോധം പാടുന്നു, പരസ്പരം കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു. അതുവരെ എങ്ങനെ കളിച്ചെന്ന് അറിയാൻ പറ്റില്ല. എങ്ങനെ പോയെന്നുള്ള ഒരു 2-3 ഗോളെങ്കിൽ വീണ്ടിരുന്നു. സോ കൺഗ്രാജുലേഷൻസ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം 2. ദേ പ്ലേഡ് വെൽ ഫോർ 20 മിനിറ്റ്സ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ത് പറയാനാണ്? ലാസ്റ്റ് അതെല്ലാ കളിയിലും മോഹൻ ബഗാനെതിരെ ആദ്യം ഒരു 15 മിനിറ്റ് ഏത് കച്ചവട ടീമും കളിക്കും. പിന്നെ അവർ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒറ്റ കളിയാണ്. ഒരു രക്ഷയില്ല. ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബോള് കൈണ്ട് കാൽമ ബോളിലേന്നോട്ട് കാര്യമില്ല. ഗോളാരടിക്കണേ അവര്. 11 കൊല്ലായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്താലല്ലേ ഗോൾ കയറുള്ളൂ. ഒരു അതില്ല. മാനേജ്മെന്റ് ഔട്ട്.
ഓരോ കളി പോരാ. പൈസ കൊടുത്ത് പ്ലേസിനാണോ പറഞ്ഞാല് പിന്നെ നമ്മളെ കുറച്ച് ഫുട്ബോൾ പ്രേമികളാണ് നമ്മള് കളിയാണ് ഓരോ വിശ്വസിക്കും. ഞാൻ പറയുന്നത് പൈസ കൊടുത്ത് പ്ലേസിനാണോ? ജയിച്ചാലും കാര്യമില്ല, പോയി എന്തായാലും പുറത്താവണം. ഇങ്ങനത്തെ കളിയാണെങ്കിൽ ഇനി കയറിയിട്ട് കാര്യമില്ല. ഇതിലും നല്ല കൊട്ടായിട്ട് തിരിച്ചു വരും. അപ്പൊ എന്തായാലും ഇവിടുന്ന് പോകണം. അതാ നല്ലത്. അടിപൊളിയായിരുന്നു. 30 മിനിറ്റ് സൂപ്പർ കളിയായിരുന്നു. പിന്നെ കളി അങ്ങനെ വിട്ടുകൊടുത്തു അവർക്ക് വേണ്ടി. എന്താണെന്നറിയില്ല, ഇതുപോലെ ഇത്ര തോൽവി ഉണ്ടായിട്ടില്ല നമുക്ക്. സത്യം നമുക്ക് അത്ര സങ്കടമുണ്ട്. അടിപൊളി ഗംഭീരമായ കളിയായിരുന്നു. പക്ഷേ അവരാ ഗോൾ അടിച്ചു. തുന്നമടി വരെ മൂന്നാമത്തെ ഗോളൊക്കെ കണ്ടില്ല. വെറുതെ ഷൂട്ട് ചെയ്യാൻ ഇവരൊട്ടും ശ്രമിക്കുന്നില്ല. അതാണ് നമുക്ക് ഓപ്പൺ ആയി കൈത്തി സൈഡിൽ നിൽക്കണേ. അവൻക്കറിയാം ഗോള് അടിക്കലാണ്. അവർക്കൊരു അവസരം കിട്ടി അപ്പൊ ഗോൾ. അതെ അതെ. ഇവിടെ തിരിച്ചത് അവസരം കിട്ടിക്കാൻ കുഴപ്പമില്ല. ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് നന്നായി കളിച്ചു. സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സങ്കടമുണ്ട്. ചാൻസ് അല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ കളി നല്ല തന്നെ. ഫസ്റ്റ് ഹാഫ് നല്ല കളി കളിച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ചാൻസ് കിട്ടി, അവർ സ്കോർ ചെയ്തു. നല്ല നമ്മൾ തന്നെ കളിച്ചു. പക്ഷേ റെഫറിയുടെ കുറച്ച് മോശം ഫൗൾ കോളൊക്കെ ഉണ്ടായി. കുഴപ്പമില്ല. ഇനി ചാൻസ് ഉണ്ടല്ലോ. അടുത്ത 3 കളി ജയിച്ചാൽ കയറാം. നല്ല കളിയായിരുന്നു. പക്ഷേ തോറ്റുപോയി. കളിക്കരുതെന്ന് അവരോട് തന്നെ പറയണം കേട്ടോ. കളി ഭയങ്കര ബോറായിരുന്നു. അർജന്റീന അടുത്ത വേൾഡ് കപ്പ് വെക്കും. ക്ലബ്ബ് പിരിച്ചു വിടണം. ISL ഒഴിവാക്കും വേണം. പക്ഷെ ഒരു ഗോള് പോലെ അടിക്കാൻ നല്ല ചാൻസസ് ആയിരുന്നു ഫസ്റ്റ് കളിയില്. ബാക്കി എല്ലാം എന്ത് പറ്റിന്നറിയില്ല. നല്ല തുടക്കം നല്ലതല്ലായിരുന്നു. തുടക്കം നന്നായിട്ട് കളിച്ചായിരുന്നല്ലോ. പക്ഷെ ഗോൾ അടിച്ചില്ല. ഒരു ഗോൾ വീണപ്പോഴത്തേന് തകർന്നല്ലേ. ഫിനിഷിങ്ങിന് നോക്കണ്ടാവില്ല.